ഇന്നിവിടെ ഈ ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്താണ് അതിനൊരു കാരണമെന്ന് ചോദിച്ചാൽ, ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ 2 പേരെ ആവാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട്. ഒന്ന് എൻ്റെ ഗുരുനാഥനെ പോലെ ആവണം, ഒന്ന് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ദേവീക്ഷേത്രമുണ്ട്, കുറുത്തിയമ്മ ദേവീക്ഷേത്രം. അവിടുത്തെ മേൽശാന്തി ഉണ്ടായിരുന്നു, ഒരു നല്ല പ്രായമുള്ള ഒരു നമ്പൂരിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം നാളികേരം മുട്ടെടുത്ത് എല്ലാവരോടും സംസാരിക്കും. ചെറുപ്പത്തിൽ നിന്നും പോകുന്ന സമയത്ത് എനിക്ക് അതുപോലെ ആവണമെന്ന് വലിയ ആഗ്രഹമാണ്. ഇല്ലെങ്കിലും കുറച്ചൊക്കെ അങ്ങനെ ആവാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. രണ്ടാമതാവണം എന്ന് വിചാരിച്ച ഒരു കാര്യത്തിലേക്ക് എനിക്ക് ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ല. എന്താണെന്നറിയുമോ, എൻ്റെ ഗുരുനാഥൻ ആ ഗ്രാമത്തിലുള്ള വീടുകളിലൊക്കെ പോയി നാമജപങ്ങൾ നടത്തും, സത്സംഗങ്ങൾ രൂപീകരിക്കുമായിരുന്നു. അങ്ങനെ ധാരാളം പ്രവർത്തനം ആ മേഖലകളിൽ നടത്തി എല്ലാ വീട്ടിലും നാമം ജപിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. രാമായണ പാരായണം നടത്തുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. അതൊരു വലിയ പ്രവർത്തനമായിരുന്നു. പക്ഷെ അതുപോലെ ആകാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതിന് കാരണം എന്താണെന്നറിയോ, അത് ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ മാത്രം നടക്കുന്നില്ല. അതിന് നിങ്ങളും കൂടി വേണം. ഈ ഇരിക്കുന്ന നമ്മളുടെ കുടുംബങ്ങളും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയാവാൻ സാധിക്കുള്ളൂ. ക്ഷേത്രത്തിൽ വരുന്ന സമയം എന്ന് പറയുന്നത് എത്ര സമയം ഉണ്ടാവുക? ഒരു 10-15 മിനിറ്റ്. കാവിലെ മുട്ടറക്കാൻ വരുന്നവരാണെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് ആരും തന്നെ അവിടെ വന്നിരിക്കാറില്ല. നാമം ജപിക്കാൻ പോലും, അതായത് ക്ഷേത്രത്തിലെ പ്രധാന പൂജ, ഉച്ചപൂജയ്ക്ക് നടയടച്ച് പ്രസന്ന പൂജ നടക്കുന്ന സമയത്ത് വരുന്ന ഭക്തർക്ക് നാമം ജപിക്കാൻ പോലും എന്നില്ല, സമയമില്ല. അപ്പോഴേക്ക് വേറൊരാൾ വരും, അവരോട് കഥ പറയും. നടക്കിൽ നിന്ന് നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും കഥ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നാമം ജപിക്കണമെങ്കിൽ ഇത് വേണം, നമ്മൾ മാനസികപരമായിട്ട് തയ്യാറെടുക്കണം. അവിടെ ചിലപ്പോൾ നമ്മൾ 10 വർഷം കഴിഞ്ഞിട്ട് കാണുന്ന ഒരു വ്യക്തി ഉണ്ടാവാം, നമ്മൾ സുഹൃത്തുക്കൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ അവിടെ വെച്ച് കാണുന്നുണ്ടാവും. അവരോടൊക്കെ ഈ പൂജ കഴിഞ്ഞിട്ടോ ഇത് കഴിഞ്ഞിട്ടേ നമ്മൾ സംസാരിക്കാൻ പാടില്ല. എന്തിനാ ഇത്രയും പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയൊക്കെ ആവണമെങ്കിൽ നമുക്കെന്ത് വേണം? സത്സംഗം വേണം. അലഗോകുലത്തിലൂടെ വന്ന ഒരു കുട്ടി പോലും മദ്യത്തിന് അഡിക്ഷനാവില്ല എന്ന് 100% ഉറപ്പ് പറയാം.